ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് അനാട്ടമിയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രണ്ട് പോസ് അനാട്ടമി അല്ലേ പഠിച്ച്, ഒരു മെയിൽ അനാട്ടമിയും ഫീമെയിൽ അനാട്ടമിയും പഠിച്ചില്ലേ. ഇന്ന് നമ്മൾ സൈഡ് പോസ് അനാട്ടമിയാണ് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോസ് കാണാതെ ആണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് പോയിട്ടൊന്ന് വാച്ച് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യട്ടോ. അപ്പോഴാണ് നിങ്ങൾക്കിത് കൂടുതൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 7.5 ഇഞ്ചിൽ ഒരു ലൈന് വരക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഓരോ ഇഞ്ചിലും മാർക്ക് ചെയ്ത് വെക്കുക, ഓരോ പോയിൻ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ടോട്ടലി 7.5 ഇഞ്ചിൻ്റെ ലൈനാണ് നിങ്ങൾ വരക്കേണ്ടത്. അതായത് 7.5 ഇഞ്ച് വലിപ്പമുള്ള ലൈനാണ് നിങ്ങൾ വരക്കേണ്ടത് കേട്ടോ. വീണ്ടും വീണ്ടും പറയുന്നത് ചില കുട്ടികൾക്കൊന്നും പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. കുറേ ചെറിയ കുട്ടികൾ വീഡിയോ കാണാറുണ്ട്, അവർക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ ഓരോ ഇഞ്ചിനും ഓരോ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് നേരെ 1, 2, 3 എന്ന് പറഞ്ഞാൽ ഓരോ പോയിൻറ്റിനും നമ്പർ കൊടുക്കുക കേട്ടോ, മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന അതേ അളവുകൾ തന്നെയാണ് ഫ്രണ്ട് പോസ് സൈഡ് പോസിലേക്ക് മാറിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ഇഞ്ചിൽ അതായത് ആദ്യത്തെ 1-ാമത്തെ ഇഞ്ചിൽ നമ്മൾ വരക്കുന്നത് ഹെഡാണ് കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അളവെടുക്കുമ്പോൾ 7.5 സെൻറ്റിമീറ്റർ അല്ല കേട്ടോ എടുക്കേണ്ടത്, 7.5 ഇഞ്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പല കുട്ടികൾക്കും സെൻറ്റിമീറ്ററും ഇഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ സ്കെയിലിൻ്റെ സെൻറ്റിമീറ്റർ കാണുന്ന ഭാഗമില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗമാണ് ഇഞ്ച് കേട്ടോ. അതായത് സെൻറ്റിമീറ്ററാണ് കുറച്ചുകൂടി വീതിയുള്ള ഭാഗം ഉണ്ടല്ലോ, അതാണ് ഇഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ 7.5 ഇഞ്ചാണ് നമ്മൾ വരക്കേണ്ടത്. അതിൽ 1, 2, 3 പറഞ്ഞാൽ അവിടെയുണ്ട്, സ്കെയിലിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ ഇഞ്ചായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ 7.5 ഇഞ്ചിൻ്റെ ലൈനാണ് നമ്മൾ വരക്കേണ്ടത്. 1-ാമത്തെ ഇഞ്ചിൽ നമ്മൾ ഹെഡ് വരച്ചു, 2-ാമത്തെ ഇഞ്ചിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഷോൾഡർ ആൻഡ് ചെസ്റ്റാണ് വരക്കേണ്ടത് കേട്ടോ. സൈഡ് പോസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഹെഡ് വരക്കേണ്ടത് ഡി എന്നുള്ള ഷേപ്പിലാണ് കേട്ടോ. നമ്മൾ ഒരു ക്ലാസ്സിൽ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ എന്താ പറയുക സൈഡ് പോസ് ഫിഗർ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഡി പോലെ ഷേപ്പ് ഇട്ടിട്ടാണ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരക്കാൻ പറ്റും കേട്ടോ. അതായത് ഫേസൊക്കെ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1-ാമത്തെ ഇഞ്ചിൽ എന്താ ചെയ്ത് ഹെഡ് വരച്ചു, 2-ാമത്തെ ഇഞ്ചിൽ ഷോൾഡർ ആൻഡ് ചെസ്റ്റ്, 3-ാമത്തെ ഇഞ്ചിൽ എന്താ പറയുക പിന്നെ 3-ാമത്തെ ഇഞ്ചിലാണ് പൊക്കിൾ ചെയ്യേണ്ടത്, 4-ാമത്തെ ഇഞ്ചിൽ സെൻട്രലാണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ HB പെൻസിൽ മാത്രം യൂസ് ചെയ്യുക, കയ്യിന് നന്നായിട്ട് പ്രഷർ കൊടുക്കാതെ ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ പല ഭാഗങ്ങളും കംപ്ലീറ്റ് ആയതിനു ശേഷം, നമ്മൾ പിക്ചർ കംപ്ലീറ്റ് ആയതിനു ശേഷം പലതും നമുക്ക് മായ്ച്ചിട്ട് വൃത്തിക്ക് വരക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റേ അമർത്തി പ്രഷറൊക്കെ കൊടുത്തി നല്ല ഡാർക്ക് പെൻസിലൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോഴേ നമ്മളത് ഇറേസ് ചെയ്യുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല പിക്ചർ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ലൈറ്റ് പെൻസിൽ, അതായത് HB പെൻസിൽ വെച്ചിട്ട് വേണേൽ വരക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അനാട്ടമി ചെയ്തപ്പോൾ എന്താ പറയുക, അനാട്ടമി ചെയ്തതിന് ശേഷമാണ് ഡ്രസ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡ്രസ്സോട് കൂടിയാണ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കണ്ടിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ വീണ്ടും അങ്ങനെ റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മെയിൽ അനാട്ടമിയാണ് കേട്ടോ. 1-ാമത്തെ ഇഞ്ചിൽ ഹെഡാണ് വരക്കേണ്ടത്, മനസ്സിലായില്ലേ. 2-ാമത് ഷോൾഡർ ആൻഡ് ചെസ്റ്റ്, 3 എന്നുള്ള പോയിന്റിൽ കിടക്കേണ്ടത് പൊക്കിളാണ്, 4 എന്താ പറയുക പിന്നെ സെൻട്രലാണ്. പിന്നെ 3.5 ഇഞ്ച്, ആ 3.5 ഇഞ്ചിലാണ് നമ്മുടെ കയ്യിൻ്റെ മുട്ട് വരേണ്ടത് കേട്ടോ. ശ്രദ്ധിക്കുക കേട്ടോ. 4ൻ്റെ ഉള്ളിൽ നമ്മുടെ കൈ കംപ്ലീറ്റ് ആയി. കയ്യിൻ്റെ കൈപ്പത്തി വരുന്നത് 4.5 അളവിലാണേ. 5.5 ഇഞ്ചിൽ നമ്മുടെ എന്താ പറയുക കാലിൻ്റെ മുട്ടാണ്. പിന്നെ നമുക്ക് 6 എന്നുള്ള പോയിൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല. 7-ാമത്തെ പോയിന്റിൽ നമ്മുടെ പിക്ചറിൻ്റെ ഏകദേശം ഹൈറ്റായി കേട്ടോ. അതായത് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് വരക്കല്ല, 7 ഇഞ്ച് വരെ ഈ ഒരു അനാട്ടമിയുടെ ഹൈറ്റാണ്. ബാക്കിയുള്ള അര ഭാഗം കാൽപാദമാണ് കേട്ടോ. കാൽപാദത്തിൻ്റെ മുകളിലേക്കുള്ള ഭാഗമാണ് 7 വരെ വരക്കേണ്ടത്. അര ഭാഗം കാൽപാദം വരക്കാൻ വേണ്ടിയിട്ടാണ്
അപ്പോൾ അളവുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക. പിക്ചർ 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കിയാലാണ് നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് എന്താ പറയുക, ജസ്റ്റ് എന്താ പറയുക മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അളവുകളാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഓരോന്നും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. ഒന്നാമത്തെ ഇഞ്ചിൽ ഹെഡാണ്, രണ്ടാമത്തെ ഷോൾഡർ, മൂന്നാമത്തെ പോയിന്റിൽ പൊക്കിളാണ്, നാലാമത്തെ സെൻറ്ററിൽ, അഞ്ചാമത്തതിൽ ഒന്നുമില്ല. അഞ്ചരയിലാണ് കാലിൻ്റെ മുട്ടുകൾ വരക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ 7ാമത്തെ ഇഞ്ചിലാണ് വരക്കുന്നത്. 7 കാൽ വരെയുള്ള ഹൈറ്റാണ്, കാൽ വരെയുള്ള ഹൈറ്റാണ് കേട്ടോ. ബാക്കിയുള്ള അരാന്ന് പറയുന്നത് കാൽപാദങ്ങൾ വരക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നിങ്ങൾ ഓരോന്നും മാർക്ക് ചെയ്തിടുക. അപ്പോഴാണ് നിങ്ങൾക്ക് പിന്നീട് ആ ഒരു വർക്ക് എടുത്ത് നോക്കുമ്പോൾ അളവുകളും കാര്യങ്ങളൊക്കെ ഏതൊക്കെ ഭാഗത്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നിങ്ങളോട് ഇമ്പോർട്ടൻ്റായിട്ട് പറയാനുള്ളത്, നമ്മുടെ ചാനലിലുള്ള വീഡിയോസിൻ്റെ ഡൗട്ട്സുകൾ മാത്രം നിങ്ങൾ ചോദിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. മറ്റുള്ള വീഡിയോസ് കാണണ്ടെന്നല്ല, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഏത് വീഡിയോസും നിങ്ങൾ കാണുക കേട്ടോ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പക്ഷേ ചില കുട്ടികൾ പല ചാനലിലും കണ്ടിട്ടുള്ളതിൻ്റെ ഡൗട്ട്സുകൾ തുടരെ ഇങ്ങനെ ഡൗട്ട് ചോദിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ആ ചാനലൊന്നും കണ്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മുടെ ചാനലിലുള്ളതിൻ്റെ ഡൗട്ട്സുകൾ മാത്രം ചോദിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.